ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ചതുഷ്ഷ്ട്യാ തന്ത്രൈഃ സകലമതിസന്ധായ ഭുവനം സ്ഥിതത്തത് തൽസിദ്ധി പ്രസവ പരതന്ത്രൈ പശുപതി പുനസ്ത്വന്നിർബന്ധാത് അഖില പുരുഷാധൈക ഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാതീത രദിതം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 31. ശ്രീവിദ്യാ മന്ത്രോപദേശം നേടാൻ അധികാരമുണ്ടാവാൻ നാം തള്ളിക്കളയേണ്ട തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അണിമാദികളായ അഷ്ടസിദ്ധികൾ നൽകുന്ന 64 തന്ത്രങ്ങളുണ്ട്. പരമപുരുഷാർത്ഥമായ മോക്ഷം ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ തള്ളിക്കളയുന്നു. ഈ തന്ത്രങ്ങളെല്ലാം കൗളമതം എന്ന വാമാചാരത്തെ ചേർന്നവയാണ്. നമ്മുടെ ചിത്തശുദ്ധിയെ പരീക്ഷിക്കുവാനാണ് ശ്രീ പരമേശ്വരൻ ഇവയൊക്കെ രചിച്ചിരിക്കുന്നത്. അതിലൊന്നും മോഹമുള്ളവരാകാതെ ഉറച്ചു നിന്നാൽ നമുക്ക് ശ്രീവിദ്യാ മന്ത്രം ലഭിക്കും. പിന്നെ വേറെ യാതൊന്നിന്റെയും സഹായമില്ലാതെ തന്നെ പരമപുരുഷാർത്ഥം അരുളുവാനുള്ള ശക്തി ശ്രീവിദ്യാ മന്ത്രത്തിനുണ്ട്. വസിഷ്ഠൻ, സനകൻ, ശുക്രാചാര്യർ, സനന്ദൻ, സനൽകുമാരന്മാർ ഇവരെല്ലാവരും ഈ മാർഗമാണ് സ്വീകരിച്ചത്. അതിനാൽ ഇതിന് ശുഭാംഗമതന്ത്രം എന്നും പേരുണ്ട്. ശ്രീ ശങ്കര ഭഗവത് പാദർ ഉപദേശിക്കുന്നതും ഈ മാർഗമാണ്. അതായത് ദേവിയിലൂടെ മോക്ഷം ആഗ്രഹിക്കുന്നവർ അഷ്ടസിദ്ധികൾ പോലും ആഗ്രഹിക്കുന്നില്ല. പരമദേവിയായ ഭഗവതി അമ്മേ അനുഗ്രഹിച്ചാലും ഞങ്ങളിതാ അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.